Hello. Welcome to market discussion of the day. Today, 23rd of April 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ക്രാഷ് കോഴ്സ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഷ് കോഴ്സിന് അടുത്ത ആഴ്ചയും നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് മാത്രമല്ല, നമ്മുടെ ഒരു പെയ്ഡ് സെഷൻ 9,999 റുപ്പീസ് വരുന്ന ഒരു പെയ്ഡ് സെഷൻ അടുത്ത മെയ് 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അതിലും കയറണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ് ആയിട്ട് ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷനാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 3,326 നിന്ന് തിങ്കളാഴ്ച 3,500 വരെ പോയി മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്, അല്ലേ? ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 3,316 നിൽക്കുന്നു. സോ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നമുക്ക് ഒരു പിടിയും ഇല്ലാത്തൊരു കാര്യമാണ്, അല്ലേ? സോ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, നമുക്ക് ഒരുപാട് അൺസർട്ടൺ സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അപ്കമിങ് ഇനി വരാൻ പോകുന്ന റിസഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ US പ്രസിഡന്റ് ഇന്നലെ ചൈനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പെട്ടെന്ന് തന്നെ എൻഡ് ആവും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേരിൽ ആവാം ചിലപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് താഴെ പോയത്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആവാം, അറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നാളെ നമ്മളുടെ ഈ വർഷത്തെ അല്ലെങ്കിൽ 2-3 വർഷത്തെ ഏറ്റവും വലിയൊരു മൂവ്മെൻ്റ് ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത് US സെഷനിൽ. ഓക്കെ, അതുകൊണ്ട് നാളത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇന്ന് നമുക്ക് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്, ന്യൂ ഹോം സെയിൽസ് ഉണ്ട്. ഓക്കെ, അതേപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബെയ്ലിയുടെ സ്പീച്ചും ഉണ്ട്. അത് വൈകുന്നേരം 6:15 ബെയ്ലിയുടെ സ്പീച്ച് വരുന്നത്. അത് ഈ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ഒന്ന് നോക്കി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഒരുപാട് ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഒന്നും ഇല്ല എന്നുള്ളൊരു രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിന് ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് US പ്രസിഡൻറ്റിൻ്റെ അവിടുന്നോ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ അവിടുന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ ഗോൾഡിൽ നിന്ന് മാത്രം തൽക്കാലം മാറി നിൽക്കുക. ബാക്കിയെല്ലാം പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് JPYയിലോട്ട് വരുമ്പോൾ, JPY ഇന്നലെ നമ്മൾ പറഞ്ഞ അതേപോലെ സംഭവിച്ചു. ഇന്നലെ ഞാൻ മാർക്കറ്റ് ഡിസ്കഷനിൽ മാത്രമല്ല പറഞ്ഞിട്ടുള്ള, ഇന്നലെ ഞാൻ ഒരു ഷോർട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 140 അടുത്ത് വെച്ച് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മിനിമം 300 പിപ്പിൻ്റെ പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ 300 പിപ്പിൻ്റെ പ്രോഫിറ്റ് അടിച്ചില്ലെങ്കിലും അതിനകത്തൊരു 100 പിപ്പിൻ്റെ എങ്കിലും പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് എന്നുള്ളവരാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ആ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർ. ഓക്കെ, സോ അതെനിക്ക് 100% ഉറപ്പുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ട് 140 ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇപ്പോൾ നമുക്ക് JPYയിൽ ഇന്നത്തെ അവസരം എന്താണെന്ന് ചോദിച്ചാൽ 142 അവിടെ നമുക്ക് ഇനിയുള്ള ഇപ്പോൾ 9 മണിക്കുള്ള ക്യാൻഡിലാണ് റണ്ണിങ്. ഈ ഒരു ക്യാൻഡിൽ 9 മണിക്കുള്ള ക്യാൻഡിലാണ്. ഓക്കെ, ഇത് 9 മണിക്കുള്ള ക്യാൻഡിലാണ്. അത് ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിലാണ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ക്യാൻഡിൽ 142 താഴെയാണ് അവസാനിക്കുന്നതെങ്കിൽ ഈ ഒരു അവർ കഴിയുമ്പോൾ, എന്തുകൊണ്ടാണ് ഈ അവർ കഴിയുമ്പോൾ എന്ന് ചോദിച്ചാൽ, ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയമാണ് ഇന്ത്യൻ ടൈമിംഗ് 2:30 അല്ലെങ്കിൽ UK ടൈമിംഗ് 10 മണി. ഓക്കെ, സോ ആ ക്യാൻഡിൽ 142 താഴെ തന്നെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വലിയ ഒരുപാട് പ്രോഫിറ്റ് ഒന്നുമല്ല, 140 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ, കാരണം എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും പോകും. അതറിഞ്ഞിട്ട് നമ്മൾ അയ്യോ ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മളത് വലിക്കേണ്ടതായിരുന്നല്ലോ എന്ന് നമ്മളുടെ ഉള്ളിലുള്ള തോന്നൽ കൊണ്ട് നമ്മൾ അടുത്ത ട്രേഡ് എടുത്ത് വീണ്ടും ലോസിലോട്ട് പോവാതെ ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, അങ്ങനെ JPYയിൽ അങ്ങനെ ഒരു അവസരമാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഇന്നത്തെ ദിവസം. നേരെ താഴെ 140 വീണ്ടും സപ്പോർട്ട് ചെയ്യും. 140 അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 139.50 താഴെ സ്റ്റോപ്പ് ലോസ്. 142 സെല്ലെടുക്കുന്ന ആൾക്കാർക്ക് 142.50 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. സപ്പോസ് മാർക്കറ്റ് 140 അവിടെ നിന്നില്ല, താഴോട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തുന്നത് ഒരു ദിവസത്തെ മാർക്കറ്റ് എൻഡിങ് 140 താഴെ മാർക്കറ്റ് ഓപ്പണായി
പിറ്റേ ദിവസം രാവിലെ 7:30 മണിക്കും 140 താഴെ തന്നെയാണ് മാർക്കറ്റെങ്കിൽ നമുക്ക് അവിടുന്ന് ഉറപ്പിക്കാം മാർക്കറ്റ് താഴോട്ട് ഉള്ളൊരു ട്രെൻഡ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു 2000 പിപ്പ് താഴെ, ഞാൻ ഇന്നലെ 20 പിപ്പ് എന്നാണ് പറഞ്ഞത്, ഞാൻ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്, സോറി, 20 പിപ്പല്ല, $20, ഐ മീൻ 200 2000 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ അത് ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, പല ആൾക്കാരും ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യാത്ത ആൾക്കാരാണ്. ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. സോ നമ്മൾ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13970 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം പക്കായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു 1.1500 താഴെയായിട്ട് 10 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇന്ത്യൻ ടൈമിംഗ് 2:30 ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ലെടുക്കാം. ഓക്കെ, അങ്ങനെ സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് മിനിമം ഒരു $200, ഐ മീൻ ഓൾമോസ്റ്റ് ഒരു 200 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് കിട്ടിയിട്ടുണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ലോട്ട് സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് $2000 വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനകത്തൊരു മിനിമം ഒരു 100, ഞാൻ ഇപ്പോഴും പറയാം, 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് മതി എന്ന് മനസ്സിലാക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്നലത്തെ ദിവസം യൂറോയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഉള്ളതാണ് എനിക്ക് വീണ്ടും എടുത്ത് പറയാനായിട്ടുള്ളത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ട്രേഡ് ചെയ്യാമെങ്കിൽ എന്തിനാണ് ഗോൾഡ് നമ്മൾ ട്രേഡ് ചെയ്ത് വെറുതെ നമ്മൾ ലോസിലോട്ട് പോകുന്നതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് യൂറോയിൽ വീണ്ടും ഇന്ന് 10 മണിക്ക് ഉള്ള ക്യാൻഡിൽ 1.1400 താഴെയാണ് എങ്കിൽ അവിടുന്ന് ചെറിയൊരു സെല്ല് നമുക്ക് എടുക്കാം. ലോങ്ങർ ടേമിലോട്ടല്ല, ലോങ്ങർ ടേമിലോട്ട് ഒരു 50 to 60 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്. ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴോട്ട് വരണം. മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, 1.100 അവിടെ കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ഒരു ലോങ്ങർ ടേം ബൈ എടുക്കാം. അതിൻ്റെ താഴോട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഫണ്ട് ഇട്ടിട്ട് നമുക്ക് കൂടുതൽ ലോട്ട് എടുത്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ, GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തിരിക്കുന്നത് 1.32995 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, GBPയിലും എനിക്ക് സെയിം കാര്യം തന്നെ പറയാനുള്ളത്. ഇന്ന് 10 മണിക്കുള്ള ക്യാൻഡിൽ 1.3300 താഴെയായിട്ടാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ GBP വേണമെങ്കിലും സെല്ല് ചെയ്യാം. GBP പക്ഷേ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ടായത് കൊണ്ടിട്ട് നമുക്ക് ഇന്ന് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തില്ല. എക്സ്പെക്റ്റ് ചെയ്യുകയാണ് എന്തൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചിട്ടുള്ള, അതിന് ശേഷമായിരിക്കും അതിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ നാളെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇടണം കേട്ടോ, അത് മറക്കാതിരിക്കുക. നേരെ ഗോൾഡിലോട്ട് വരുമ്പം എനിക്കൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുക. ഇല്ല എങ്കിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്തേ പറ്റുള്ളൂ എങ്കിൽ 3310 എന്ന് പറയുന്ന റേഞ്ചിൽ വരുമ്പോൾ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് എടുത്ത് ചെയ്യുക. ഓക്കെ, 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 0.02 ലോട്ട് എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 0.05, നിങ്ങളുടെ റിസ്ക് എത്രയാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും വേണം. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇന്ന് വന്നൊരു ക്യാൻഡിലുണ്ടല്ലോ 3292, 91 ആ ലെവലിൻ്റെ താഴെയായിട്ട് ഒരു $2-3 3288 എന്ന് പറയുന്ന റേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് 3310 നമുക്ക് ബൈ ചെയ്യാം. ഇത് മാത്രമാണ് ഇന്ന് എനിക്ക് ഗോൾഡിൽ തരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊന്നും എനിക്ക് പറയാനായിട്ടില്ല. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ക്ലാസ് വേണ്ടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ക്ലാസ് വേണം, ഫ്രീ ആയിട്ട് പഠിക്കണം ഫോറക്സ് എങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.